അപ്പോൾ അത് ഹരി പണിക്ക് പോയിട്ടാ. ഇനിയിപ്പോൾ 4:45 അപ്പോൾ ഞാനിപ്പോൾ ഊബർ ഓടിയിട്ട് ഇപ്പോൾ 2 ദിവസം. ഇന്നലെ പോകാൻ പറ്റിയില്ല, ഇന്ന് രാവിലെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചു എന്തായാലും ഹരി ഷിഫ്റ്റിന് പോയില്ല. അപ്പോൾ ഞാൻ ഇനി വീട്ടിൽ പോയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഞാനും കുറച്ചൊരു ഊബർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഊബറിൻ്റെത് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോട്ടെ ചാനൽ. എന്നാലും ഇങ്ങനത്തെ നല്ല നല്ല അടിപൊളി വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അടിപൊളിയാണല്ലോ നിങ്ങൾ പറയണം എന്തായാലും വീഡിയോ വന്നിട്ട്. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഊബറാണ്. അപ്പോൾ ഊബറിൻ്റെ വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഫോൺ കയ്യിൽ പിടിച്ചെടുക്കൽ നടക്കില്ല. കാരണം ഫോൺ മൗണ്ട് ചെയ്ത് വെക്കണം വണ്ടിയിൽ. പിന്നെ അതുമല്ല ഫോൺ കണക്ട് ചെയ്യണം. ഫോൺ കാർപ്പിളയായിട്ട് കണക്ട് ചെയ്തിട്ട് ഊബർ ഞാൻ ഓണാക്കും, ലിഫ്റ്റ് ഓണാക്കും. മെയിൻലി ലിഫ്റ്റ് ആയിരിക്കുള്ളൂ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോണത്. ഞാൻ ലിഫ്റ്റിൽ നിന്ന് ഓർഡർ അധികം വന്നില്ലെങ്കിലാണ് ഞാൻ ഊബർ ഓണാക്കാൻ പോകുന്നത്. 2 ആപ്പ് അറ്റ് എ ടൈം ഓൺ ചെയ്തിടാൻ പറ്റില്ല കേട്ടോ. ഒരു ആപ്പിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ആപ്പ് നമുക്ക് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഊബർ ചെയ്യണമെന്ന് പറഞ്ഞാൽ പാസഞ്ചറാണ് ചെയ്യണത്. അതുകൊണ്ട് പാസഞ്ചർ കയറുന്നതും ഇറങ്ങണതും എനിക്ക് കാണിക്കാനും പറ്റില്ല. പിന്നെ ഞാനിവിടെ ഡാഷ് ക്യാം വെച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടിയിൽ ഇവിടെ ഡാഷ് ക്യാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാഷ് ക്യാമിലായിരിക്കുള്ളൂ ബാക്കിയുള്ള വിഷ്വൽസ് നിങ്ങൾ കാണാൻ പോണത്. പിന്നെ അതല്ലാണ്ട് ഊബറിൻ്റെ ഏണിങ്സ് എന്തോരം കിട്ടും ഇത്ര നേരം ഓടിക്കഴിഞ്ഞാൽ. ചൊവ്വാഴ്ച ഈ ഒരു നേരത്ത് വൈകുന്നേരം ടൈമിൽ ഈ ഒരു ടൈം തൊട്ട് ഈ ഒരു ടൈം വരെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാമെന്നാണ് വിചാരിച്ചേക്കണം. ഇത് മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ എപ്പോഴൊക്കെ ഊബർ ഓടണം അതൊക്കെ ഞാൻ കാണിക്കാമെന്നാണ് വിചാരിക്കണം ഞാൻ എന്തായാലും. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കിത് ഇപ്പോൾ ഒരു 4:40 ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഓൺ ചെയ്ത് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഒന്ന് കഴുകാൻ പോകണം. അപ്പോൾ ആ ഒരു ഏരിയയിൽ വണ്ടി കഴുകുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതും കാണിച്ചാൽ ഒക്കെ ഡാഷ് ക്യാം വിഷ്വൽസ് ആയിക്കുള്ളൂ മാക്സിമം. പിന്നെ ഊബർ അടിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഏണിങ്സ് മാത്രം ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഈ പാസഞ്ചർ പിക്കപ്പും ഡ്രോപ്പ് ഓഫ് ഈ പറഞ്ഞ പോലെ പിക്ക് ചെയ്യണ സമയത്തും എത്ര സ്ഥലത്തും അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഡാഷ് ക്യാമിൽ നിന്ന് വീഡിയോസ് എടുത്തിട്ട് വോയിസ് ഓവർ ചെയ്തിട്ട് ഞാൻ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊന്ന് ഊബർ തുടങ്ങിയാലോ. ബയോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ലിഫ്റ്റാണ് ഓൺ ചെയ്തേക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ ഹരിനെ ഇറക്കിയ സ്ഥലത്ത് തന്നെ ഞാൻ തുടങ്ങിയാണ്. ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ലിഫ്റ്റിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ ആഴ്ച ഓടാത്തതുകൊണ്ട് എനിക്ക് പ്രയോറിറ്റി മോഡ് 13 മണിക്കൂർ എനിക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊന്നും ഓടാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ നാളെ മറ്റൊന്നും പണിയുണ്ട്. അതുകൊണ്ട് നാളെ മറ്റൊന്നും ഓടാൻ പറ്റില്ല. പിന്നെ വെള്ളി ശനി ഞായർ പിന്നെ തിങ്കളാഴ്ച പുതുതായിട്ട് റിമൂവ് ആവുന്നത് പ്രയോറിറ്റി മോഡ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമുക്ക് എന്തായാലും റൈഡ് തുടങ്ങാം. ഒരു സ്ഥലത്ത് തന്നെ കിടന്നാൽ ഓട്ടം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. നമുക്ക് പതിയെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. ഒരു ഓട്ടോ അടിക്കുമ്പോൾ ഞാൻ പറയാം. പിന്നെ മാക്സിമം ഇന്ന് കിട്ടണൊക്കെ എടുക്കാൻ നോക്കാന്നുള്ളൊരു മൈൻഡിലാണ്. അറിയില്ല എന്തൊക്കെ വള്ളിക്കെട്ട് വരും, എങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ എന്നുള്ളത് നോക്കാം അല്ലേ ഗായ്സ്. സ്കാർബറോയിൽ അത്യാവശ്യം ഓട്ടം കിട്ടണം കേട്ടോ. ചില ദിവസങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്. ചില ദിവസം നല്ല ഓട്ടം ഉണ്ടാവും, ചില ദിവസം ഒട്ടും ഓട്ടം ഉണ്ടാവില്ല, ചില ദിവസം വട്ടാക്കൂട്ടിട്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വിൻ്ററൊക്കെ തുടങ്ങിയേക്കണ കാരണം വട്ടാവലാണ് മെയിനായിട്ട്. കാരണം ഓട്ടം ഒന്നും കിട്ടൂല. നമ്മൾ വെറുതെ 3 കിലോമീറ്റർ ഓടി തിരിച്ച് വീട്ടിൽ വന്ന് കയറണം. അത്രയും നഷ്ടമില്ല. കിലോമീറ്റർ ഓടിയതിൻ്റെ വണ്ടിക്ക് നഷ്ടം, പിന്നെ ഈ പറഞ്ഞ ഗ്യാസ് അടിച്ചതിന് നഷ്ടം, നമ്മുടെ എഫേർട്ട് നഷ്ടമായി. അപ്പോൾ പിന്നെ ചില ദിവസങ്ങളിൽ ഭ്രാന്ത് വരും. പിന്നെ ഭ്രാന്ത് പിടിച്ച ചില ഡ്രൈവർമാരുണ്ടാവും ഇട്ട് നമ്മളെ വലപ്പിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മീൻസ് ഞാൻ ഉദ്ദേശം മനസ്സിലായില്ലേ? ഈ ഇൻഡിക്കേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ ചേഞ്ച് ചെയ്യും, വെട്ടിച്ച് മാറ്റും, ഇതാക്കി മാറ്റും. കാരണം ഒരു തട്ടുമുട്ടും കിട്ടിയാൽ മതി, മൊത്തത്തിൽ താളം പറ്റും നമ്മുടെ ജീവിതം ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ കുറേ വള്ളിക്കെട്ടുമുണ്ട്. ഡ്രൈവർ പണി പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാലോ, ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന്. പക്ഷേ നാട്ടിൽ അത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ പിന്നെയും കുറച്ച് സ്ട്രിക്റ്റ് ആണ്. സ്പീഡ് ലിമിറ്റ് ഉണ്ട്, ലൈൻ പിടിച്ച് ഓടിക്കണം, ലൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടണം. ഇതെല്ലാവരും പാലിക്കണം എന്നില്ല. പക്ഷെ എന്നാലും ഞാൻ പറയണേ ഞാൻ കാര്യങ്ങൾ. ഓക്കെ, പ്രയോറിറ്റി മോഡ് ഓൺ ചെയ്തിട്ടുണ്ട്. വലിയ അനക്കൊന്നും കാണുന്നില്ല. പക്ഷെ പെട്ടെന്ന് അടിക്കൂല കേട്ടോ. ഒരു 1005 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അടിക്കേണ്ടത്. അത് ഓട്ടം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല ഓട്ടമുള്ള സമയമാണെങ്കിൽ ഓൺ ചെയ്ത് അപ്പം തന്നെ എനിക്ക് ദിവസങ്ങളുണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം വാട്ട് ഹാപ്പൻസ്. ഡാഷ് ക്യാം വിഷ്വൽസ് കാരണം വേറെ ഒന്നും തോന്നരുത്. കാരണം എൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ വേറെ ഫോണില്ല. പിന്നെ ഗോപ്രോയാ ഫോണെന്നല്ല, വേറെ ഒരു ക്യാമറ എൻ്റെ അടുത്തില്ല. ഹരിയുടെ ഫോണായാലും നോർമൽ നത്തിങ്ങിൻ്റെ ഫോണാണ്. അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റൂല. പിന്നെ അവൾക്ക് വർക്കിന് പോകുമ്പോഴായാലും അവളുടെ കയ്യിൽ ഫോൺ വേണമല്ലോ, എന്തെങ്കിലും എമർജൻസി വന്നാൽ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതല്ലാണ്ട് എൻ്റെ കയ്യിൽ വേറെ ഫോണാ, വേറെ ഗോപ്രോ, വേറെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ വിഷ്വൽസ് മീൻസ് ഡ്രൈവ് ചെയ്യണതും റൈഡ് ആക്സെപ്റ്റ് ചെയ്യണതും ആ ഒരു വ്യൂ ഇല്ല. എൻ്റെ വ്യൂ ഒന്നും കാണിക്കാൻ പറ്റൂല, ക്ഷമിക്കണം. യൂട്യൂബൊക്കെ ക്ലിക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ക്യാമറ സെറ്റപ്പ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ എന്തായാലും. ഓക്കെ, ഇപ്പം എന്തായാലും നമുക്ക് ഓട്ടോ അടിക്കാൻ നോക്കി നോക്കാം. സോ അതേ നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആക്സെപ്റ്റ് ചെയ്യാണ്. 10 കിലോമീറ്ററിന് $6.16 കേട്ടോ. ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ ലിഫ്റ്റിൽ നിന്ന് നേരെ റീഡയറക്ട് ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്സിലേക്ക് വരും കേട്ടോ. ഗൂഗിൾ മാപ്സാണ് ഞാനപ്പോൾ ഫോണിൽ ഓൺ ആക്കിയിട്ടേക്കണത്. ഈ പറഞ്ഞ പോലെ എനിക്ക് 2 സ്ക്രീനും യൂസ് ചെയ്യാൻ പറ്റും. ഒരെണ്ണം
ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനും, രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ എനിക്ക് മാപ്പും ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഈവനിങ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് പഞ്ചവതി, അവിടെ ഒരു പഞ്ചവതി സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് നമുക്ക് പിക്കപ്പ് ലൊക്കേഷൻ വന്നിട്ടുണ്ട് ആദ്യത്തെ. അപ്പോൾ പാസഞ്ചർ കയറി കഴിഞ്ഞുള്ള വിഷ്വൽസ് ഞാൻ കാണിക്കൂല, അതപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രൈവസി റിലേറ്റഡ്. എങ്ങാനും അക്കൗണ്ടൊക്കെ സസ്പെൻഡ് ആയി പോയി കഴിഞ്ഞില്ല കഴിഞ്ഞ എൻ്റെ കത്തിക്കല്. കാരണം ഊബറിനൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് എൻ്റെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും അടഞ്ഞു പോകണത്. സോ ഗായ്സ്, ദേ തമ്മിൽ ആദ്യത്തെ പാസഞ്ചറിനെ കൊണ്ട് ഇറക്കിയിട്ടാ നമുക്ക് ഏകദേശം $6.96 കിട്ടിയുള്ളൂ 10 കിലോമീറ്ററിൻ്റെ അടുത്ത് കൂടിയിട്ട്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് അടിക്കാൻ നോക്കാം. ഒരിടങ്ങി തന്നെ കിടന്ന് കറങ്ങാം. അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് വണ്ടി കഴുകാൻ പോയാലോ? കാരണം ഈ ഭാഗത്താണ് ഞാൻ വണ്ടി കഴുകുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടാവില്ല. രാത്രിയിലേക്ക് വെച്ചാൽ ചിലപ്പോൾ നടക്കുകയില്ല. അതല്ലേ നല്ലത്. കുറച്ചും കൂടെ നമുക്ക് എന്തായാലും പോയി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് വണ്ടി കഴുകാൻ പോവാം. ഓക്കെ. അപ്പോൾ അതേ വണ്ടി കഴുകുന്നിടത്തേക്ക് ഏകദേശം 2 കിലോമീറ്ററും 2 കിലോമീറ്റർ ഉള്ളൂ, 6 മിനിറ്റ്. അപ്പോൾ എന്തായാലും വണ്ടി കഴുകാം നമുക്ക് പോയിട്ട്. വണ്ടി കഴുകണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ എടുത്തേക്കണത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ, അഖിൽ എന്നും പറഞ്ഞിട്ട് കൂട്ടുകാരനും കൂടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തേക്കണം. കാരണം വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് 1.5 വണ്ടി കഴുകണം, അല്ലെങ്കിൽ വണ്ടിയുടെ കോലം ആകെ പോവും. അപ്പോൾ അതുകൊണ്ട് 1.5 കഴുകാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഏകദേശം ഒരു $60 ഇതും പിന്നെ ടാക്സ് ഒക്കെ കൂടെ കൂട്ടിയിട്ട് മൊത്തത്തിലൊരു $67 മാസം വരും കേട്ടോ. പറഞ്ഞാൽ നമുക്ക് 1.5 വണ്ടി കഴുകിക്കൊണ്ടിരിക്കാം നമുക്ക്. അപ്പോൾ പിന്നെ ഞാൻ കഴുകി കഴിഞ്ഞാൽ നാളെ അഖിൽ കഴുകും, പിന്നെ മറ്റന്നാൾ പിന്നെ ഞാൻ കഴുകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. പിന്നെ എന്ന് പറഞ്ഞാൽ ടച്ച് ലെസ് എടുത്തേക്കണത്. ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് ടച്ച് എടുത്തേ. മറ്റേ വണ്ടി കഴുകാന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കഴുകണം, മറ്റേ മെഷീൻ്റെ ഉള്ളിലേക്ക് ഓടിച്ച് കയറ്റിയാൽ മതി. താനെ സ്പ്രേയും ജെല്ലൊക്കെ വന്നിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തിയാവുന്നില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് വൃത്തിയാവും. ഒന്നുമില്ലാത്തതിനെക്കാട്ടി വേദമുള്ള എന്തെങ്കിലും ഉള്ളത്, അതുകൊണ്ടാണ് ചെയ്തിട്ടേക്കണത്. അപ്പോൾ അത് ചെന്ന് ഓടിച്ച് കയറ്റാൻ കഴുകാൻ ഇറങ്ങിപ്പോരാ. തുടക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ കാര്യമില്ല. വിൻ്റർ ആയതുകൊണ്ട് ഞാനിപ്പോൾ കഴുകി ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടിയുടെ കോലം കാണിച്ചു തരാം. നൈറ്റ് ആകുമ്പോഴേക്കും അടപ്പടലം മൂഞ്ചി ഉണ്ടാവും വണ്ടി എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തുടക്കണ പരിപാടിയൊന്നുമില്ല. തുടക്കണതൊക്കെ ഈ പറഞ്ഞ പോലെ കോയിൻ വാഷ് ചെയ്യാൻ പറ്റും. കോയിൻ ഇട്ടിട്ട് നമ്മൾ മറ്റേ ജെറ്റ് സ്പ്രേ യൂസ് ചെയ്തിട്ട് നമുക്ക് തേച്ചൊരച്ച് കഴുകി തുടച്ച് അങ്ങനെ വൃത്തിയാക്കുക. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 1 മാസത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ ചെയ്യാം. പക്ഷേ വിൻ്ററിൽ ഇടയ്ക്ക് ചെയ്യണം എന്നാ. പക്ഷേ ഈ തണുപ്പത്ത് ഇറങ്ങി ഇന്ന് വെള്ളം കൊണ്ട് കഴുകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഈ -7, 8, 9, 10 ഇറങ്ങി ഇന്ന് വണ്ടി കഴുകാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യണമെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരട്ടെ എങ്ങനെയാണ് കോയിൻ വാഷ് എന്നുള്ള സെറ്റപ്പൊക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെറുതെ ഓടിച്ച് കയറ്റിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും കറക്റ്റായിട്ട്. ഡാഷ് ക്യാമിലായതുകൊണ്ട് കറക്റ്റ് എല്ലാം കിട്ടും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ. മങ്ങി തുടങ്ങി. ഇനിയിപ്പോൾ ഉള്ളിലത്തെ ഡാഷ് ക്യാമ്പ് മീൻസ് എൻ്റെ സൈഡിലേക്ക് കാണിക്കുന്ന ഡാഷ് ക്യാമ്പ്, എന്നെ കാണിക്കുന്ന ഡാഷ് ക്യാമ്പ് വളരെ ക്ലാരിറ്റി കുറവായിരിക്കുള്ളൂ. പുറത്തതും ഈ പറഞ്ഞാൽ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനും ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ എടുത്തേക്കണ ഷെല്ലിൻ്റെ കാർ വാഷാണ് കേട്ടോ. മഞ്ഞൊക്കെ പെയ്തിട്ട് നല്ല രസമുണ്ടല്ലോ അവിടെ. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഇത് നോക്കിയാൽ ഫ്രണ്ടിലേക്ക് എൻ്റെ ഫ്രണ്ടിൽ 1, 2, 3, 4 കാറും കണ്ടുണ്ട്. വിൻ്റർ ആയതുകൊണ്ട് എപ്പോഴും തിരക്കായിക്കുള്ളൂ. രാവിലെ ഉണ്ടാവില്ല, പക്ഷേ നൈറ്റ് നല്ല തിരക്കായിക്കുള്ളൂ. അപ്പോൾ ഇതാണ് കാർ വാഷ്, ഷെല്ലിൻ്റെ കാർ വാഷ് എടുത്തേക്കണത്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ എടുക്കുന്നുണ്ട്. ഏകദേശം ഞാൻ ഒരു 5:30, 5:15 വന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു 5:30 കഴിയൂട്ടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാം. അപ്പോൾ അതെ ഒരു നീണ്ട ക്യൂവിൽ കിടന്നിട്ട് നമ്മൾ ഏകദേശം എത്താനായിട്ട്. ഇനിയിപ്പോൾ ആ വണ്ടിയും കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ആപ്പാണ് ഞാനിത് കൺട്രോൾ ചെയ്യണത്. അപ്പോൾ ഷെല്ലിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കൂടെയാണ് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ 1 മാസം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയർ ബൈ എവിടെയൊക്കെ വാഷ് ഉണ്ടെന്നുള്ളത് കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് ഈ കാർ വാഷിൻ്റെ അവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ആപ്പിൽ തന്നെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർ വാഷ് സ്റ്റാർട്ട് ആയിക്കോളും. അപ്പോൾ പതിയെ ഓടിച്ച് കയറ്റിയാൽ മതി വണ്ടീൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അതിനനുസരിച്ച് വണ്ടി നല്ല സെറ്റായിട്ട് കഴുകി തരും. സെറ്റായിട്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഴുകി തരും. റൈഡ് നല്ല ശോകം ഉണ്ടാ. ഒരെണ്ണം അടിച്ച് കഴിഞ്ഞിട്ട് അടുത്തടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാനപ്പോൾ അതേ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിം ഹോട്ടൽസിൽ വന്നേക്കണം. പിന്നെ ഒരു കാപ്പിയും കുടിച്ചേക്കാന്ന് വിചാരിച്ച്.
എൻ്റെ അമ്മോ, പുറത്ത് ജാക്കറ്റ് ഒന്നും ഇല്ലാണ്ട് ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല കേട്ടാ. ഇത് ഞാനൊരു ടിമ്മ് വാങ്ങിച്ചു വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി. ടിം ഹോട്ടലിൽ കയറിയാണ്, അല്ലെങ്കിൽ പറഞ്ഞാൽ പമ്പി കയറട്ടെ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ടിമ്മ് വാങ്ങിച്ച് വാഷ്റൂം യൂസ് ചെയ്ത്, പക്ഷെ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല. ഭയങ്കര ഷോക്കാണ്. അപ്പം ഇന്ന് ചൊവ്വാഴ്ചകളിൽ ഞാൻ നോക്കിയിട്ട് ഈവനിങ് ഷോക്ക് പോയിക്കോളൂ. പിന്നെ അത് മാത്രമല്ല ഭയങ്കര ട്രാഫിക്കാണ്. ഇപ്പം കണ്ട ഒരു 10 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി 21 മിനിറ്റ്. അതും പ്രോപ്പർ ഇതിലേക്കല്ല പോയിട്ടല്ല, ടൗണിലേക്ക് പോയിട്ടല്ല, നമ്മുടെ ഈ ഏരിയ തന്നെയാണ്. പക്ഷെ എനിക്ക് ഇനിയിപ്പോൾ അടിക്കോ ഇല്ലെന്ന് അറിഞ്ഞൂടെ എന്തായാലും. കാരണം 9:30 വരെയും ആളെ പിക്ക് ചെയ്യണ വരെയും ടൈമുണ്ട് നമുക്ക്. ഓടി നോക്കാം. ആകെ $20, 2 റൈഡ് $20, ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് $20. കഴിയുമ്പോൾ കാണിച്ചു തരാം ബാക്കിയുള്ളത് മൊത്തത്തിൽ. ഓക്കെ. 2 hours later. അയ്യോ, ഇതേ അപ്പോൾ സമയം 8:05 നമ്മ അവിടെ നിന്ന് ആ ടിമ്മ് കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ ഓർഡർ അടിച്ചാണ്. അപ്പോൾ ഒരെണ്ണം അവിടെ നിന്ന് നോർത്ത് യോർക്ക് അടിച്ച്, പിന്നെ നോർത്ത് യോർക്കിൽ തന്നെ വേറൊരു ഓട്ടം കിട്ടി. പിന്നെ അവിടെ നിന്ന് നേരെ എനിക്ക് എറ്റിബിക്കോക്കിലേക്കാണ് കൊണ്ടുവന്നത്. എറ്റിബിക്കോക്ക് എന്ന് പറയുമ്പോൾ നല്ലോണം ഇങ്ങോട്ട് വിട്ടുപോകുന്നില്ല. ഞാൻ സ്കാർബ്രോയിലാണ് ഉള്ളത്. സ്കാർബ്രോ, നോർത്ത് യോർക്ക്, ടൊറൻറ്റോ, എറ്റിബിക്കോക്ക് ഇപ്പുറത്തേക്ക് എത്തി. അതും നോർത്ത് സൈഡിലേക്ക് എത്തിക്കണത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് റൈഡ് കിട്ടുമെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഏകദേശം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 8:05 നമുക്ക് $59 കിട്ടിയത്. $59 പിന്നെ ഈ പറഞ്ഞ പോലെ 80 കിലോമീറ്ററിൻ്റെ അടുത്ത് ഞാൻ ഓടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് എന്തായാലും ഒരു 10-35 കിലോമീറ്റർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് റൈഡൊന്നും കിട്ടിയില്ലെങ്കിൽ നഷ്ടമാവും ഈ പോക്ക്. പിന്നെ വിചാരിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ തന്നെ കണ്ട റൈഡ് എടുക്കാണ്ടിരുന്നാൽ റൈഡ് കിട്ടൂല. റൈഡ് എടുത്തിട്ട് വന്നു കഴിഞ്ഞ് ഇങ്ങനെ ദൂരത്തേക്ക് വരും. അപ്പം ഇതിങ്ങനെയൊക്കെയാണ്. കുറച്ച് എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പക്ഷെ എന്നാൽ റൈഡ് കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. മനസ്സിലായ ആ ഒരു സ്റ്റേജ് ഉള്ളൂ. ഈ $3-4 റൈഡ് തരുമ്പോഴാണ് നമുക്ക് ആകെ വിഷമാണത്. അപ്പം നമ്മ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു ഭയങ്കര ഉള്ളിലേക്ക് വന്നിട്ട് നോർത്ത് സൈഡിലാണ്. ഭയങ്കര ഒഴിഞ്ഞ സ്ഥലമാണ് ഇത്. ഡാഷ് ക്യാം വിഷ്വൽസ് കാണിക്കാൻ പറ്റണമെങ്കിൽ ഞാൻ കാണിക്കാം. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് തിരിച്ച് റൈഡ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടെ. ഞാൻ ഒന്ന് കറങ്ങി നോക്കട്ടെ ഈ ഭാഗത്ത്. ഇവിടെ നിന്ന് തിരിച്ച് റൈഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും 9:09 ആകുമ്പോഴേക്കും നിർത്തണം. കാരണം 9:00 ആകുമ്പോഴേക്കും ഹരി ഇറങ്ങും. അപ്പം അതിന് മുന്നേ അവിടെ എത്തണം. അല്ലെങ്കിൽ പിന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പുറത്തേക്കാന്ന് പറഞ്ഞ് നടക്കണ കാര്യമില്ല, തണുപ്പല്ലേ. ഇപ്പം തന്നെ 8:05. അപ്പം ഞാൻ വായിപ്പിക്കണല്ല, നോക്കട്ടെ. 1 eternity later. അപ്പോൾ അതെ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ പാർക്കിങ്ങിലെത്തി, വീട്ടിലെത്തി. ഹരിനെയും പിക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാനത് നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ആ ഭാഗത്ത് നിന്ന് റൈഡ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുള്ളൂ എന്ന്. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് ഒരു 35 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഞാൻ ഹൈവേ പിടിച്ചല്ല വന്നത്. ഹൈവേ പിടിച്ച് വന്നാൽ ഒട്ടും റൈഡ് കിട്ടില്ല എന്ന് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉൾവഴി പിടിച്ച് തന്നെയാണ് വന്നത്. 35 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടിച്ചിട്ട് എനിക്ക് ആകെ കിട്ടിയത് ഒരു റൈഡാണ്. അത് $3 റൈഡ്. അതും ഇങ്ങോട്ടേക്കല്ല ഡയറക്ഷൻ കാണിച്ചത്, പിന്നെ അങ്ങോട്ടേക്കാണ് കാണിച്ചത്. ഞാൻ റിജക്ട് ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല. കാര്യം പിന്നെ അങ്ങോട്ട് നമ്മൾ പോയിട്ട് പിന്നെയും $3 നഷ്ടമല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു. 1 മണിക്കൂർ 8 മണിക്ക് ഞാൻ അവിടെ നിന്ന് 8 മണിക്കല്ലേ ഞാൻ ആ വീഡിയോ ഇതാക്കിയത്. 8 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 9 മണിക്ക് ഇവിടെ എത്തിയിട്ട് 9 മണിക്ക് ഇവിടെ എത്തണ വരെ എനിക്ക് ഒരൊറ്റ റൈഡും കിട്ടിയില്ല. എനിക്ക് ആകെ ഒരു റൈഡാണ് കിട്ടിയത്. ഊബറും ലിഫ്റ്റും ഓൺ ചെയ്ത് വെച്ചിട്ടാ. അപ്പം നല്ലൊരു മൂഞ്ചിയ ദിവസമായിരുന്നു മൊത്തത്തിൽ. ഇന്നപ്പം ഞാനൊരു 125 കിലോമീറ്റർ ഓടിയിട്ട് എനിക്കൊരു $66 കിട്ടിയത്. ഏകദേശം ഒരു 4.5 മണിക്കൂറിൻ്റെ അടുത്ത്. ഞാൻ അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാണിക്കുക സൈഡിൽ. എന്തായാലും നിങ്ങൾ നോക്കി നോക്കിയോ. അപ്പോൾ ഇന്നത്തെ ദിവസം പിന്നെ എൻ്റെ ഷിഫ്റ്റ് ഓക്കെ ആയിരുന്നു. ഇന്ന് എനിക്ക് ചെറിയ ഷിഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ആക്ച്വലി കാനഡയിലെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈം ആയതുകൊണ്ട് അധികം സെയിൽ ആൾക്കാർ ഇനി വരുന്ന ഒരു തിരക്കെന്ന് പറയുന്ന ടൈം ഈ പറഞ്ഞ പോലെ ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ്. ബാക്ക് ടു സ്കൂൾ ടൈമാണ്. ഞാൻ എന്താ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലേ. ഞാനിവിടെ സെയിൽസ് അസോസിയേറ്റ് ആയിട്ട് ഒരു സ്റ്റോറിൽ വർക്ക് ചെയ്യാണ് കറന്റ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒരു വീഡിയോ പറയാം. എന്തായാലും ഈ വീഡിയോയിൽ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലാഗായി പോകും. അപ്പോൾ ഊബറിന്റെ ഏണിങ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ വർക്ക് കഴിഞ്ഞപ്പോഴേക്കും 9:00 ആയപ്പോഴേക്കും ഇവിടെ എടുത്തിട്ട് വീട്ടിൽ കയറാൻ വന്നു. ലാസ്റ്റ് ഇവിടെ സ്കാർബ്രോ എത്തിയപ്പോൾ എനിക്കൊരു $6 റൈഡ് കിട്ടിയത്. അതെടുത്ത് അവസാനിപ്പിച്ച് വീട്ടിൽ കയറി 9:45 ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴേക്കും സമയവും. പിന്നെ ഇനിയിപ്പോൾ ബാക്കി 2 ദിവസം, ഇനിയിപ്പോൾ നാളെ ബുധനും വ്യാഴാഴ്ച 2 ദിവസം ഫുൾ 12 മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് ഉണ്ട്. അതുകൊണ്ട് 2 ദിവസം ഇനി വീഡിയോ എടുക്കൽ നടക്കില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഇനിയുള്ള വീഡിയോ വരാൻ പോണത്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുന്നോട്ട് ഇങ്ങനെയുള്ള സത്യസന്ധമായിട്ടുള്ള നടക്കണ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, പെരുപ്പിക്കാണ്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കനേഡിയൻ ജീവിതം എന്താണെന്നുള്ളത്. ഈ കാനഡ ജീവിതം എങ്ങനെയാണ്, കുറേ സമ്പാദിക്കാനുള്ളതെന്നൊക്കെ ചോദിക്കണവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ്. സമ്പാദിക്കുന്നവർ സമ്പാദിക്കുന്നുണ്ട്. നമ്മ ഈ പറഞ്ഞ പോലെ 4-5 മണിക്കൂർ ഈ പെട്രോളും കളഞ്ഞു കൂടിയിട്ട് സമ്പാദിക്കണം $60, $50. ഇവിടെ ചിലവർ 1 മണിക്കൂറിൽ $100, $150 ഉണ്ടാക്കണവരുണ്ട് കേട്ടോ. ഉണ്ടാക്കാത്തവർ എന്നും മൂഞ്ചിരിക്ക്, അല്ലാത്തവർ നല്ല രീതിക്ക് ഉണ്ടാക്കണം. അതിപ്പോൾ എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് സമ്പാദിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പണി നാട്ടിലെടുത്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സിനായിട്ടെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. ഇത് അതുപോലും പറ്റണല്ലോ നമുക്ക്.
അപ്പോൾ മുന്നോട്ട് കാണിച്ചു തരാം ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ മനസ്സിലാവും. നെഗറ്റീവ് മാത്രമല്ല, പോസിറ്റീവും കാണിച്ചു തരാം, നെഗറ്റീവും കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ വിലയിരുത്ത്. ഓക്കെ, അപ്പം ശരി. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ.